നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് സാന്റിയാഗോ ബെർണാബുവിലെ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യപാദം 2-2 സമനില ആയതുകൊണ്ട് തന്നെ ഇന്നാണ് ഡിസൈഡർ. ഇന്നത്തെ പോരാട്ടം ഒരു തീ പറക്കുന്ന പോരാട്ടമായിരിക്കും. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് ഇന്നലെ കാർലോ ആഞ്ചലോട്ടി പറയുകയുണ്ടായി. ഏതായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡും ഹെഡ് ടു ഹെഡും ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഫോം ഗൈഡ് നോക്കുകയാണെങ്കിൽ അവസാനമായി കളിച്ച 5 കളികളിൽ ഒന്നിൽ പോലും റയൽ മാഡ്രിഡ് തോറ്റിട്ടില്ല. 3 വിജയങ്ങളും 2 സമനിലകളുമാണ് അവർക്ക് നേടാൻ പറ്റിയതെങ്കിൽ കഴിഞ്ഞ കളിയിൽ ബൂണ്ടസ് ലീഗിൽ തോറ്റിട്ട് വരികയാണ് ബയൺ മ്യൂണിക്ക്. അവസാനം കളിച്ച 5 കളികളിൽ ഒരു തോൽവി അവർക്കുണ്ട്, ഒരു സമനിലയുണ്ട്, 3 വിജയങ്ങളും അവർ നേടിയിട്ടുണ്ട്. ഹെഡ് ടു ഹെഡിന്റെ കണക്കിലേക്ക് പോയാൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് റയലിനുണ്ട് എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. 12 വിജയങ്ങൾ റയൽ മാഡ്രിഡ് നേടിയപ്പോൾ 11 വിജയങ്ങൾ ബയൺ മ്യൂണിക്ക് നേടി. 4 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. റയൽ മാഡ്രിഡ് ബയണിന്റെ വലയിലേക്ക് 43 ഗോളുകൾ അടിച്ചപ്പോൾ ബയൺ തിരികെ റയലിന്റെ വലയിലേക്ക് 41 ഗോളുകളും അടിച്ചിട്ടുണ്ട്. ചുരുക്കത്തില് ഒരുപോലെയുള്ള 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. അതാണ് ഇന്നലെ ആഞ്ചലോട്ടിയും പറഞ്ഞത്, തോമസ് ടുഷേലും പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം നമ്മൾ ടുഷേലിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകും. അദ്ദേഹം പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു കളി എന്ന് പറയുന്നത് വ്യത്യസ്ത വേവുകളായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഡിഫറെൻറ്റ് ഫേസസ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകും. 2 ടീമുകളും ചില ഘട്ടങ്ങളിൽ സഫർ ചെയ്യും, അതുപോലെ അറ്റാക്കിലേക്ക് പോവുകയും ചെയ്യും. 2 ടീമിനും എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളാണ്. ബോൾ പൊസിഷൻ കൈവശം വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. വളരെ പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷൻ നടത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മത്സരമായിരിക്കുമെന്നാണ്. ഓരോ ഫേസുകളിലും ആ ഒരു മൊമെന്റ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. കിട്ടുന്ന അവസരങ്ങളിൽ ക്ലിനിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയും വേണം എന്നാണ് തോമസ് ടുഷേൽ പറയുന്നതെങ്കിൽ ആഞ്ചലോട്ടി പറയുന്നു, അവര് തീർച്ചയായിട്ടും ഞങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു ആദ്യ പാദത്തില്. ഞങ്ങൾ ബയണിനെ റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ഈ കളിയിൽ പുറത്തെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഫൈനൽ കൂടി കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആഞ്ചലോട്ടിയും പറയുമ്പോൾ കടുത്ത പോരാട്ടം തന്നെ ഇന്ന് ബെർണാബുവിൽ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. കാത്തിരിക്കാം രാത്രി 12:30 മത്സരത്തിന് വേണ്ടി. ആരായിരിക്കും വെംബ്ലിയിലേക്ക് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടാൻ പോവുക? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം.